ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 194. നമ്മളിന്ന് മണ്ഡലം 1 അഷ്ടകം 2 അനുവാകം 20 134 സൂക്തമാണ് നോക്കുന്നത്. ഇതിലെ ദേവത വായുവാണ്. വായു എന്ന് പറയുമ്പോൾ നമ്മൾ വായു ഭഗവാൻ എന്തെല്ലാം ചിന്തിക്കൂ. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, സാധാരണ വായു തന്നെയാണ്. പിന്നെ അത് ഭഗവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. വായുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാത്തവരും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ വായുവില്ലാതെ നമുക്ക് ഏതാളായാലും, അമ്പലത്തിൽ പോകാതെ നിരീശ്വരവാദി ആരായാലും വായുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ടു നടക്കുന്നത് വായു ഭഗവാൻ തന്നെയാണ്. അപ്പം ആ വായുവിനെ പൂജിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വായുവിനെ പറ്റി തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 134 1. ഋഷി പരിച്ഛേവൻ, ദേവത വായു, ഛന്ദസ് അഷ്ടി. ആത്വാ ജുഗോരാരഹാണ അഭിപ്രയോമായോ വഹന്തിഹ പൂർവപീതയേ സോമസ്യ പൂർവപീതയേ ഊർധ്വാത്തെ അനു സുനൃദാ മനസ്തിഷ്ഠതു ജാനതി നിയുത്വാ രഥേന യാഹി ദാവനേ വായോമഹസ്യ ദാവനേ. വായുവിനോട് അപേക്ഷിക്കുന്നു. സോമം പാനം ചെയ്യുന്നതിനായി വേഗമേറിയ അശ്വങ്ങൾ നിന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവരട്ടെ. ഞങ്ങളുടെ സ്തുതിപരമായ വാണി ഉന്നതമായ നിന്റെ ഗുണങ്ങളെ അറിയുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. നിങ്ങൾ തയ്യാറാക്കപ്പെട്ട രഥത്തോടുകൂടി ഖബർ ദാതാവിനെ പ്രാപിക്കണമേ. ഇവിടെ വായുവോട് പറയുകയാണ്, അല്ലയോ വായു, സോമം പാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സോമം നമ്മൾ അർപ്പിക്കുന്ന വസ്തു പാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേഗമേറിയ വേഗമുള്ള കുതിരകൾ കെട്ടിയ രഥത്തിൽ കയറിയിട്ട് നിന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവരട്ടെ. ആദ്യമായി എത്തേണ്ട സാധനം വായു തന്നെയാണ്. ഏത് യജ്ഞത്തിനും ആദ്യമായിട്ട് എത്തേണ്ട സാധനം വായു തന്നെയാണ്. ഉദാഹരണമായിട്ട് കത്തിക്കുമ്പോൾ അത് കത്തണ്ടിക്കൽ അടുപ്പ്, ചോറ് വെക്കണ്ടിക്കൽ കത്തിക്കണം. കത്തിക്കുമ്പോൾ അവിടെയുള്ള സോമം എന്ന് പറഞ്ഞാൽ നെയ്യാണ്, അല്ലെങ്കിൽ വിറകാണ്. ആ വിറകിലുള്ള ഇന്ധനമാണ്. അത് കത്തണ്ടിക്കൽ എന്ത് വേണം? വായു വേണം. കത്തുക എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് ചേരുന്നതാണ്. അത് വായുവാണ്, ഓക്സിജൻ. അപ്പം ആദ്യം വായുവിനെ കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. യജ്ഞം ചെയ്യുന്നവര് ആദ്യമായിട്ട് വായുവിനെ അതിൻ്റെ രഥത്തിലേറി, ഇന്ദ്രനല്ല രഥത്തിലേറി, അഗ്നിരഥത്തിലേറി എന്നെല്ലാം പറഞ്ഞു വരുന്നത് പോലെ വായുവും ഇവിടെ വരട്ടെ, കൊണ്ടുവരട്ടെ. ഞങ്ങളുടെ സ്തുതികളുള്ള വാണി, അതായത് നമ്മളതിൻ്റെ സ്തുതിക്കുന്നു. ഉന്നതമായ ഗുണങ്ങളെ, നിന്റെ ഗുണങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിന്നെ സ്തുതിക്കുന്നത്. വായുവിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളെ, ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. സ്തുതിച്ചുകൊണ്ട്, വായു നീ വരിക, നീ എൻ്റെ ജീവൻ നിലനിർത്തി തരിക, എൻ്റെ ഭക്ഷണം പാകം ചെയ്യാൻ നീ കത്തുന്നതിന് സഹായിക്കുക, ഇങ്ങനെയെല്ലാം. പിന്നെ പാത്രത്തിൻ്റെ അകത്ത് നടക്കുന്നതിലും വായു പങ്കെടുക്കുന്നുണ്ട്. കത്തുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വായു എല്ലാം പുറത്തേക്കെല്ലാം വരും. അപ്പോൾ വായു, ഇപ്പം ചായ വെക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വായു പുറത്തേക്ക് വരുന്നു. കത്തുന്നിടത്ത് വായു ഉണ്ട്, പാത്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നതാണെന്നില്ല. അപ്പോൾ ഇവിടെയെല്ലാം വായു പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ മഹത്വത്തെ, പിന്നിലുള്ള ശാസ്ത്രതത്വങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരട്ടെ. നമ്മൾ സ്തുതിക്കുന്നത് നിനക്ക് അനുകൂലമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ, നീ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ വായുവിനെയും സ്തുതിക്കേണ്ടത്. ഉദാഹരണമായിട്ട് അടുപ്പ് കത്തണ്ടിക്ക് നല്ല വായു കിട്ടണം. ഗ്യാസ് സ്റ്റൗ കത്തണ്ടിക്ക് ഗ്യാസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഗ്യാസ് സ്റ്റൗ ആണ്, വായുവാണ് കത്തുന്നത്.
അപ്പോൾ അതിനെ സ്തുതിക്കണം. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. ഗ്യാസ് സ്റ്റവ് കത്തുന്നതും ശാസ്ത്രം, സയൻസിൻ്റെ സംഭാവനയാണത്. വിറക് കത്തിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി വായു കൊടുക്കണം. ആ അടുപ്പെല്ലാം ഉണ്ടാക്കുമ്പോൾ വായു കടക്കത്തക്ക വിധത്തിലാണ്, ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുപ്പുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം നിന്നെ സ്തുതിച്ചുകൊണ്ട്, നീ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ നിന്നെ സ്തുതിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിന്റെ രഥത്തിൽ ഹവിർദാതാവിനെ, ഈ ഹവിസ് നൽകുന്നവനെ പ്രാപിക്കുക. അതായത് അടുപ്പ് കത്തിക്കുന്നവനെ, അല്ലെങ്കിൽ ചോറ് വെക്കുമ്പോൾ ആരാണോ ഇതിനിറങ്ങിത്തിരിക്കുന്നവർ അവരെ നീ സമീപിക്കുക. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ വായുവോടും പറയുകയാണ്, നീ വരിക, നിനക്കും ഇവിടെ വലിയ പങ്ക് ഉണ്ട്. നമ്മുടെ ജീവിതം നിലനിർത്തേണ്ടിക്ക് തന്നെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, മൂക്കടച്ചു പിടിച്ചിടിച്ച് ഭക്ഷണം കഴിച്ചാലോ. അതിൻ്റെ കൂട്ടത്തിൽ വായുവിനെയും ഉള്ളിലേക്ക് കടത്തി വിടണം. അപ്പോൾ അതുകൊണ്ടാണ് വായു ഭഗവാൻ എന്ന് പറയുന്നത്. വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം അതോട് വരാൻ പറയുകയാണ്. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 134-2 മന്ദന്തു തോമന്ദിനോ വായവിന്ദവോ അസ്മത്ക്രാണസ്വ സുഹൃദ അഭിദ്യവോ ഗോപിക്രാണാഭിദ്യവാ യദ്ധക്രാണായിരഥൈ ദക്ഷം സചന്ത ഊദയഃ സന്ദ്രീചീനാനിയുധോ ദാവനേ ധിയ ഉപബ്രുവദ ഈം ധിയഃ. ഞങ്ങളുടെ പ്രഭാവമേറിയതും പുഷ്ടിപ്രദവുമായ സോമം വായുവിനെ പുഷ്ടരാക്കട്ടെ. ക്ഷീരത്തിൻ്റെ പ്രഭാവത്താൽ യുക്തമായ സോമത്തിനു വേണ്ടി നടന്നു വരുവാൻ നിങ്ങളുടെ അശ്വങ്ങളെ ശക്തി പ്രാപിപ്പിക്കട്ടെ. സ്തോതാക്കളുടെ സ്തുതിക്കനുസരണമായി അവ ശക്തി പ്രാപിക്കണമേ. ഇവിടെ വായുവോട് പറയുകയാണ്, ഞങ്ങളുടെ പ്രഭാവമേറിയതും പുഷ്ടിപ്രദവുമായ സോമം. നമ്മൾ സോമം അർപ്പിക്കുന്ന വസ്തുവിനാണ്, ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. അത് പുഷ്ടി പ്രാപിക്കുന്നതാണ്. അരി എന്ന് പറയുന്നത് പുഷ്ടി പ്രാപിച്ചിട്ടാണ് ചോറായി മാറുന്നത്. അപ്പം പുഷ്ടിപ്പെടുന്നതും പ്രഭാവമേറിയതുമായ സോമം നിങ്ങളെയും പുഷ്ടിപ്പെടുത്തട്ടെ, വായുവിനെയും പുഷ്ടിപ്പെടുത്തട്ടെ. അപ്പം വായുവും കൂടി ചേർന്നിട്ടാണ് ഇതെല്ലാമായിട്ട് മാറുന്നത്. കത്തുമ്പോൾ വായുവായിട്ട് കൂടി ചേർന്നിട്ടാണ് അവിടെ സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലെ അതിൻ്റെ അകത്തുമെല്ലാം ഈ രാസപ്രവർത്തനത്തിലെല്ലാം വായു പങ്കെടുക്കുന്നുണ്ട്. വായു രൂപത്തിലുള്ള സബ്സ്റ്റൻസ് കാര്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ക്ഷീരത്തിൻ്റെ പ്രഭാവത്തിൽ ക്ഷീരങ്ങൾ യുക്തമായ ഈ സോമത്തിന് വേണ്ടി നടന്നു വരുവാൻ നിങ്ങളുടെ അശ്വങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. നീ നടന്നു വരാനുള്ള ശക്തി നിന്റെ കുതിരകൾക്ക് ലഭിക്കട്ടെ. നമ്മൾ ഈ നൽകുന്ന ക്ഷീരത്തിലൂടെ നിന്റെ കുതിരകൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ വളരെ ശക്തിയോടുകൂടി ഇവിടെ വരിക. അടുപ്പ് കത്തണ്ടിക്കൽ അഗ്നി ഉണ്ടായേ, വായു ഉണ്ടായേ പറ്റൂ. വളരെ ശക്തിയിൽ അത് വന്നേ പറ്റൂ. അത് പോരാതെ കൊണ്ടാണ് നമ്മൾ വായു കൊണ്ട് ഊതുകയും ചെയ്യുന്നത്. പേപ്പർ എടുത്ത് എല്ലാം വീശൂല്ലേ അടുപ്പ് കത്താതിരിക്കുമ്പോൾ. ഇതിലെന്തിനാണ്? ആ വായുവിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വായു വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കുതിരപ്പുറത്താണ്. കുതിര എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. കുതിരയെ എപ്പോഴും ശക്തിയായിട്ട് കാണണം. അപ്പം വായു ശക്തിയോടുകൂടി അതിൻ്റെ അകത്ത് പ്രവഹിക്കട്ടെ. ശ്രോതാക്കളുടെ സ്തുതിക്ക് അനുകൂലമായിട്ട് അവ ശക്തി പ്രാപിക്കണേ. ശ്രോതാക്കൾ അതിന് വേണ്ടിയിട്ടുള്ള സ്തുതികളെല്ലാം അർപ്പിക്കും. എന്താണ്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രോതാക്കൾ വായുവിനെ അതിൻ്റെക്ക് കടത്തിവിടുക. ചില സ്ഥലത്തെല്ലാം വായു ഇങ്ങനെ അടിച്ചു കയറ്റും, പമ്പ് ചെയ്യും. ചില രാസപ്രവർത്തനങ്ങളെല്ലാം വായുവിനെ അടിച്ചു കയറ്റേണ്ടി വരും. നമുക്ക് പ്രത്യേക വഴി മൂക്കിൽ വെച്ചിട്ടുണ്ട്. ഉള്ളിലുള്ള ശരീരത്തിൽ രാസപ്രവർത്തനം നടക്കുന്നതിന് വായുവിന് പ്രത്യേക പമ്പ് വെച്ച് ഇരിക്കുകയാണ്. കംപ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക, എന്നിട്ട് രക്തത്തിലേക്ക് തള്ളിക്കയറ്റും വായുവിന്. അപ്പം അത്രയും ശക്തിയിൽ വായു വേണ്ട ശക്തിയിൽ പ്രവഹിക്കണം. ഇനി 3
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 134-3. വായുർ യുങ്തേ രോഹിത വായുർ അരുണ വായുരഥേജിര ധൂരി വോൾഹവേ വഹിഷ്ഠ ധൂരി വോൾഹവേ പ്രബോധയ പുരന്ധിജാര ആസസ്സദീമിവ പ്രജക്ഷയ രോദസി വാസയോഷ സസ്രവസേ വാസയോഷ സഹ. യാത്രയ്ക്ക് വേണ്ടി ചുവപ്പ് വർണ്ണങ്ങളോടുകൂടിയ കുതിരകളെ വായു തൻ്റെ രഥത്തിൽ പൂട്ടുന്നു. അവർ സുവർണ വർണ്ണങ്ങളോടുകൂടിയവയും ദ്രുതഗാമികളുമായ അശ്വങ്ങളെ രഥനുഖത്തിൽ ബന്ധിച്ച് ഉറങ്ങിക്കിടക്കുന്ന കാമുകനാൽ ഉണർത്തപ്പെടുന്ന പോലെ ഭൂമിയെ ഉണർത്തുന്നു. അവർ ഹവിസിനു വേണ്ടി ഉഷസ്സിനെ ആനയിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ വായു അപ്പം ശക്തിയിലാണ് നമ്മളടുത്തേക്ക് വരുന്നത്. ആ യാത്രയ്ക്ക് വേണ്ടി ചുവപ്പ് വർണ്ണത്തോടു കൂടിയ കുതിരകളെ വായു തൻ്റെ രഥത്തിൽ കെട്ടുന്നു എന്ന് പറയാണ്. ചുവപ്പിന് എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമായിട്ട് എടുക്കണം. നല്ല ശക്തിയോടുകൂടിയാണ് വായു അതിൻ്റെ കുതിരപ്പുറത്ത് ശക്തിയുടെ പുറത്ത് കയറി വരുന്നത്. അപ്പോൾ ആ ശക്തിയുള്ള ചുവന്ന കുതിരകളെയും കെട്ടിക്കൊണ്ടാണ് വായു നമ്മളടുത്തേക്ക് വരുന്നത്. നേരത്തെ ഇന്ദ്രരഥത്തിൽ വരുന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. വായുവും രഥത്തിലേറിയിട്ട് ശക്തിയിൽ നമ്മളടുത്തേക്ക് വരികയാണ്. അവർ സുവർണവർണ്ണങ്ങളോടുകൂടിയതും പല വർണ്ണങ്ങളോടുകൂടി നല്ല വർണ്ണങ്ങളോടുകൂടിയതും ദ്രുതഗാമികളുമായ അശ്വങ്ങളെ രഥനുഖത്തിൽ ബന്ധിച്ചിട്ടാണ് അവൻ്റെ രഥത്തിൽ. അതായത് വായുവിന് അത്ര ശക്തിയുണ്ട്. വായുവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശക്തിയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല, നമ്മൾക്ക് അനുഭവപ്പെടാത്തത് കൊണ്ടാണ്. ചില സ്ഥലത്തോട്ടെല്ലാം നമ്മൾ നടക്കുമ്പോൾ കാറ്റടിച്ച് പറത്തിക്കളയും നമ്മളെ. അതാണ് വായു ഭഗവാൻ. ഹനുമാൻ എന്നെല്ലാം കഥയിൽ ചിത്രീകരിച്ചിരിക്കും. മലകളെ ഉയർത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കോളൂ, ഈ ടയറിലെല്ലാം കാറ്റ് നിറച്ചിട്ടാണ്, ആ ടയറിലെ കാറ്റാണ് ഇത്രയും വലിയ ഭാരങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്നത്. വായുപുത്രൻ ഹനുമാൻ മല ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള പാറകളെ മുഴുവൻ ടയർ ചുമന്നു കൊണ്ടുപോവുകയാണ്. മലകളെല്ലാം പൊളിച്ചിട്ട് ഈ ടയറിൻ്റെ അകത്തുള്ള കാറ്റുമ്മലാണ് ഇത് താങ്ങിക്കൊണ്ടു പോകുന്നത്. ഈ ഹനുമാൻ ഏത് കാലഘട്ടത്തിലാണ് ഈ ടയറിൽ കാറ്റടിക്കാൻ? ഹനുമാന്റെ കഥ ഏതാണ്? രാമകാലഘട്ടമാണ്. രാമകാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദേശികൾ വന്ന കാലഘട്ടമാണ്, കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ മരത്തിൻ്റെ ചക്രമെല്ലാം മാറ്റിയിട്ട് ടയറിൻ്റെ അകത്ത് കാറ്റ് നിറച്ചിട്ട് ഈ മലകൾ ചുമക്കുന്നതെല്ലാം സംഭവിച്ചത്. പാറകളെല്ലാം ചുമന്ന് കയറ്റിക്കൊണ്ടു പോകുന്നില്ലേ? ഇതെല്ലാം ആരാണ് താങ്ങുന്നത്? വായു ഭഗവാനാണ്. അപ്പം അത് ചുവന്ന രഥത്തിലെല്ലാം കയറിയിട്ട് വിവിധ സുവർണ വർണ്ണങ്ങളോടുകൂടിയ രഥത്തിൽ ദ്രുതഗാമികളായ അശ്വങ്ങളെ നുഖത്തിൽ കെട്ടിക്കൊണ്ടാണ് വരുന്നത്. എപ്പോഴ് വിളിച്ചാൽ വരുന്നത്? ഏതുപോലെ? ഉറങ്ങിക്കിടക്കുന്ന കാമുകി കാമുകനാൽ ഉണർത്തപ്പെടുന്നത് പോലെ. കാമുകി ഉറങ്ങിക്കിടക്കുമ്പോൾ കാമുകൻ വിളിക്കും, അന്നേരം എണീച്ചു വരും. അതുപോലെ പെട്ടെന്ന് തന്നെ എണീച്ചു വരികയാണ് ആര്? ഈ കാറ്റ്. നമ്മൾ ആവശ്യം വരുമ്പോൾ ഉടനെ കാറ്റ് അവിടെ എത്തും, ഭൂമിയെ ഉണർത്തുന്നു. അവർ ഹവിസ്സിന് വേണ്ടി ഉഷസ്സിനെ ആനയിക്കുന്നു. ഹവിസ്സിന് വേണ്ടി ഉഷസ്സിനെ ആനയിക്കുന്നതും വായു തന്നെയാണ്. നമുക്കറിയാം, ഉഷസ് വരുമ്പോൾ ഒരു മന്ദമാരുതൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം അതും സൂര്യൻ്റെ ചലനവും വായുവിൻ്റെ ചലനവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ്. സൂര്യൻ്റെ മുമ്പിലാണല്ലോ ഉഷസ് സഞ്ചരിക്കുന്നത്. അതിനനുസരിച്ചാണ് കാറ്റും. രാവിലെ കരക്കാറ്റ് കടൽക്കാറ്റ് എന്നെല്ലാം പണ്ട് ചെറുതത്ത് രാത്രി ഇന്നതാണ്, പകൽ ഇന്നതാണ് എന്നെല്ലാം പണ്ട് പഠിച്ചിട്ടില്ലേ? എല്ലാം കാലത്തിൻ്റെ ആ സൂര്യൻ്റെ ചലനം അനുസരിച്ചാണ് കാറ്റിൻ്റെ ദിശയെല്ലാം നിൽക്കുന്നത്. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 134-4. തുഭ്യം ഉഷസ
ശുചയപരാവതി ഭദ്രാവസ്ത്ര തന്വതേ ദംസുരശ്മീഷു ചിത്രാന വ്യമിഷു തുഭ്യം ധേനുസബർ ദൂഷോർഷ്ഖാം വിശ്വാവസൂനി ദോഹദേ അജനയോ മരുതോ വക്ഷണാഭ്യോ ദിവ ആവക്ഷണാഭ്യഃ. പ്രകാശവതിയായ ഉഷസ് ദൂരസ്ഥമായ അതിൻ്റെ ഭവനത്തിൽ വായുവിന് വേണ്ടി കിരണരൂപങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. വിവിധ വർണ്ണങ്ങളോടുകൂടി കിരണങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അമൃതരൂപമാകുന്ന പാലോടുകൂടിയ ഗോക്കൾ വായുവിന് വേണ്ടി എല്ലാ ധനങ്ങളും കറന്നെടുക്കുന്നു. വായു വൃഷ്ടിക്കായി മരുത്തുക്കളെ പ്രത്യക്ഷമാക്കുക. വായുവോട് പറയുകയാണ്, പ്രകാശവതിയായ ഉഷസ്, അതായത് ഉഷസ്സിലാണ് പ്രകാശം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ പ്രകാശം വരുന്നതിനാണ് ഉഷസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പ്രകാശം വരുമ്പോൾ ദൂരസ്ഥമായ അതിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി കിരണരൂപങ്ങളായ വസ്ത്രങ്ങൾ വിരിക്കുന്നു. ആ ഉഷസ് വായുവിൻ്റെ മേലെയാണ് അതിൻ്റെ വസ്ത്രങ്ങൾ വിരിക്കുന്നത്, കിരണരൂപമായ വസ്ത്രങ്ങൾ വിരിക്കുന്നത്. ഉഷസ് വരുമ്പോൾ ആ വെളിച്ചം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ആ വായുവിൻ്റെ മേലെയാണ്. വായുവിൽ പൊടിപടലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മേലെയാണ് ഉഷസ് കിരണങ്ങൾ വിരിക്കുന്നത്. അതിൽ കുറച്ച് സയൻസ് ഉണ്ട്. വായുവിൽ എന്തുണ്ട്? കണങ്ങളുണ്ട്. ആ കണങ്ങൾ തട്ടുമ്പോഴാണ് നമ്മൾ രശ്മികൾ കാണുന്നത്. ശൂന്യ സ്ഥലത്തൂടെ നമുക്ക് രശ്മികളെ കാണാൻ പറ്റില്ല. ഒരു പ്രകാശം കാണണ്ടെങ്കിൽ അവിടെ വായുവും അതിൻ്റെ കണങ്ങളും ഉണ്ടാകണം. കണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊടിപടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ മേലെയാണ് ഉഷസ് അതിൻ്റെ പ്രകാശം വിരിക്കുന്നത്. അപ്പം നമ്മൾ മേഘത്തെല്ലാം കാണുമ്പോൾ ആ മേഘത്തിൻ്റെ അടുത്ത് പൊടിപടലങ്ങളുണ്ട്. പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വായുവുണ്ട്. വായുവിലെ പൊടിപടലങ്ങളെ തട്ടിയിട്ടാണ് നമ്മൾ ഈ ദൃശ്യമാകുന്നത്. അത് മഴമേഘം തന്നെ ആകണമെന്നില്ല. ഇപ്പം ആകാശത്തിൽ വായുവിൽ കണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കണങ്ങളിലാണ് ഈ ഉഷസ് അതിൻ്റെ പ്രകാശങ്ങൾ, അതായത് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കിരണരൂപമായ വസ്ത്രങ്ങൾ വിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളോടുകൂടിയ കിരണങ്ങളെ അത് വികസിപ്പിക്കുന്നു. അപ്പം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആകാശത്തിൽ വേറെ നിറങ്ങളെല്ലാം കാണുന്നതിന് കാരണം അതിലുള്ള കിരണങ്ങളിൽ തട്ടിയിട്ടാണ് ഇത് പ്രതിഫലിച്ചിട്ട് പല വർണ്ണങ്ങളായിട്ട് നമുക്ക് ആകാശത്ത് കാണുന്നത്. ആ കിരണങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വായുവിലാണ് നിൽക്കുന്നത്. ഇപ്പം വായുവിൻ്റെ മേലെയാണ് ഇത് പല നിറങ്ങൾ വിരിക്കുന്നത്. അമൃതരൂപമായ പാലോടുകൂടിയ ഗോക്കൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ധനങ്ങളും കവർന്നെടുക്കുന്നു. ഗോക്കള് നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ ധനങ്ങളും കവർന്നെടുക്കുന്നത്. പശുക്കൾ എങ്ങനെയാണ് ധനം കവർന്നെടുക്കുന്നത്? പശുവിൻ്റെ പാലാണ് ധനമായിട്ട് മാറുന്നത്. അപ്പം പശു അതിൻ്റെ ധനം കവർന്നെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വായുവിന് വല്ല സ്ഥാനവുമുണ്ടോ? ഉണ്ട്. പശു തിന്നുന്ന പുല്ല് ദഹിക്കുന്നത് അതിൻ്റെ മൂക്കിലൂട്ടി എടുക്കുന്ന വായുവിലൂടെയാണ്. നമ്മൾ കഴിക്കുന്നത് ദഹിക്കണ്ടെങ്കിൽ മൂക്കിലൂട്ട വായു ചെല്ലണം. ആ വായുവിന് വേണ്ടിയാണ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ആ വായുവുമായിട്ട് ചേർന്നുകൊണ്ടാണ് പലതുമായിട്ട് മാറുന്നത്. നമ്മളല്ല പശുക്കളിൽ പാലായിട്ട് മാറുന്നത്. തിന്നുന്ന പുല്ലിനെ മൂക്കിലൂട്ടി എടുക്കുന്ന ആ വായു ഉള്ളിൽ ചെന്നിട്ടാണ് ധനരൂപമായ പാലായിട്ട് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നത്. നിങ്ങൾ വൃഷ്ടിക്കായി മരുത്തുക്കളെ പ്രത്യക്ഷമാക്കുക. വായു തന്നെയാണ് മരുത്തുക്കളെ എല്ലാം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂടെയും വായു സഞ്ചരിക്കുന്നുണ്ട്.
മരുത്തുക്കൾ സഞ്ചരിക്കുമ്പം വായു സഞ്ചരിക്കും. വായു സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? വൃഷ്ടി ഉണ്ടാകും. മഴ പെയ്യുന്ന എങ്ങനെയാണ് നമുക്കറിയാലോ. മഴ പെയ്യുമ്പോൾ കാറ്റും അടിക്കുന്നുണ്ട്. മരുത്തുക്കൾ ചലിക്കുന്നതനുസരിച്ചാണ് വായു ചലിക്കുന്നത്. വായു ചലിക്കുന്നതനുസരിച്ചാണ് മേഘങ്ങളെയെല്ലാം കൂട്ടിയിടിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൃഷ്ടിക്കായി മരുത്തുക്കളെ പ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ മരുത്തുക്കൾ പ്രത്യക്ഷമാകുമ്പോൾ വായു ചലിച്ചു തുടങ്ങും. വായു ചലിച്ചു കൊടുക്കുമ്പോൾ മേഘങ്ങളെ കൂട്ടിയിടിപ്പിക്കും. മേഘങ്ങളെ, മഴ പെയ്യിപ്പിക്കുന്ന മേഘങ്ങളെ കൂട്ടിയിടിപ്പിച്ചിട്ട് മഴയായിട്ട് വർഷിക്കും. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 134 5. തുഭ്യം ശുക്രാസ ശുചയ സ്തുരണ്യവോ മദേഷു ഗ്രായിഷണന്ത പൂർവണ്യപ്പാമിഷന്ത ഭൂർവണീ ത്വാം സാരീത സമാനോ ഭഗമീസ്തക്വൈ വിയേ ത്വം വിശ്വസ്മാത് ഭുവനാത് പാസി ധർമ്മണ സൂര്യാത് പാസി ധർമ്മണ. വെട്ടിത്തിളങ്ങുന്ന പുഷ്ടികരമായ ഈ സോമം വായുവിനായി നൽകുന്നു. ശത്രുഭയത്താൽ പരിഭ്രാന്തരായി കഴിഞ്ഞിരിക്കുന്ന യജമാനൻ വായുവിനെ ആഹ്വാനം ചെയ്യുന്നു. വായു ലോകരക്ഷകനും രാക്ഷസന്മാരിൽ നിന്ന് ഉപാസകനെ രക്ഷിക്കുന്നവനുമാണ്. വായുവോട് പറയാണ്, ഈ വെട്ടിത്തിളങ്ങുന്ന പുഷ്ടികരമായ സോമം, ഈ സോമമേഘെല്ലാം നിങ്ങൾക്കായി നൽകുന്നു. നമ്മൾ എന്തെങ്കിലും യജ്ഞങ്ങളെല്ലാം നൽകുമ്പോൾ അഗ്നിക്കായി നൽകുന്നു, ഇന്ദ്രനായിട്ട് നൽകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ അഗ്നി ഉണ്ടാകണ്ടെങ്കിൽ വായുവും വേണം. മരം വായുവായിട്ട് കൂടിച്ചേർന്നിട്ടാണ് അഗ്നി ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന സോമം, കത്താൻ ഉപയോഗിക്കുന്ന സോമം, വിറക്, ഇതെല്ലാം ആ വിറകും സോമമാണ്. അത് ആർക്ക് വേണ്ടിയാണ് നൽകുന്നത്? വായുവിനാണ് നൽകുന്നത്. വായുവും വിറകും കൂടിയിട്ടാണ് കത്തിയിട്ട് ഊർജം പുറത്തേക്ക് വരുന്നത്. അപ്പം വെട്ടിത്തിളങ്ങുന്ന പുഷ്ടികരമായ സോമം നിങ്ങൾക്കായി നൽകുന്നു. അപ്പം നിങ്ങൾക്ക് ഈ സോമം കിട്ടുമ്പോഴാണ് നിങ്ങൾ അഗ്നിരൂപത്തിൽ അത് പ്രകടമാകുന്നത്. ഭയത്താൽ, ശത്രുക്കളെ ഭയന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന യജമാനൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ യജ്ഞം നടത്തുന്ന യജമാനൻ, ഇലയും പാചകം ചെയ്യുന്ന കക്ഷി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, വായുവിനെ ആഹ്വാനം ചെയ്യുകയാണ്. എന്തിന്? എൻ്റെ ഭക്ഷണം, ഈ ഭക്ഷണം ഉണ്ടാകുന്നതിന് തടസ്സമായി എന്തെല്ലോ ശക്തികൾ അവിടെയുണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ അരി ചോറാകുന്നതിന് എന്തെല്ലോ തടസ്സങ്ങളുണ്ട്. ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നെ ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ അടുപ്പിൽ ഊതിക്കൊടുക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, നല്ലോണം ആളിക്കത്താൻ വേണ്ടിയിട്ട്. എങ്കിലേ എനിക്ക് അരി എന്താക്കാൻ പറ്റൂ? ചോറാക്കാൻ, ആ തടസ്സങ്ങൾ മാറ്റി ചോറാക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ലോകരക്ഷകരാണ്. ലോകത്തെ രക്ഷിക്കുന്ന, ലോകം ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾ വേണം. ജീവജാലങ്ങൾ ഉണ്ടാകണ്ടെങ്കിൽ ശ്വാസം വായു ശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ലോകരക്ഷകരും രാക്ഷസന്മാരിൽ നിന്നും ഉപാസിക്കുന്നവരെ രക്ഷിക്കുന്നവരുമാണ്ടുന്നു. ആ അഗ്നിയെ ആശ്രയിക്കുന്നവരെ, ആ അഗ്നിക്ക് വേണ്ടിയുള്ള വായുവിനെ ആശ്രയിക്കുന്നവരെ, ഉപാസിക്കുന്നവരെ നിങ്ങൾ രക്ഷിക്കുന്നു. അതായത് യജ്ഞം ചെയ്യുന്നവരെ നിങ്ങൾ രക്ഷിക്കുന്നു. യജ്ഞം ചെയ്യാൻ ഇന്ദ്രൻ ആവശ്യമാണ്, ഇന്ധനങ്ങൾ ആവശ്യമാണ്, വായു ആവശ്യമാണ്, സോമം, എല്ലാതരം സോമങ്ങളും ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വായുവും ആവശ്യമാണ്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 134 6. ത്വംനോ വായവേഷാം അപൂർവ സോമാനാം പ്രഥമഃ പീതിം അർഹസി സുതാനാം പീതിം അർഹസി ഉദോ വിഹൂത്മദീനാം വിശാം വവർജുഷീണാം വിശ്വ ഇത്തേ ധേനവോ ദുഹ്ര ആശീരം കൃതം ദുഹ്രത ആശീരം. ഞങ്ങൾ ഇടിച്ചു പിഴിഞ്ഞെടുത്ത ഈ സോമം
പാനം ചെയ്യുന്നതിൽ വായു സമർത്ഥനാകണമേ. വായുവിനു വേണ്ടി ക്ഷീരവും ഘൃതവും ലയിക്കുന്നതിനായി ദോഹനം ചെയ്യുന്നു. സോമയാഗം നടത്തുമ്പോൾ വായുവോട് പറയാണ്, ഞങ്ങൾ ഇടിച്ചു പിഴിഞ്ഞ ഈ സോമം പാനം ചെയ്യുന്നതിൽ നിങ്ങൾ സമർത്ഥരാകണേ. നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ സോമം, ഈ സോമത്തെ വിഘടിച്ച് മാറ്റുന്നതിൽ വായുവിന് വലിയ പങ്കുണ്ട്. ഇടിച്ച് പിഴിയുമ്പോൾ അവിടെ വായുവും കൂടി ചേർന്നിട്ടാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അയോൺ രൂപത്തിലേക്കാക്കി മാറ്റുന്നത്. ഏതില്? സോമയാഗത്തിൽ. ഇടിച്ച് പിഴിയുമ്പോൾ ആ ഇടിക്കുന്ന ശക്തിയിൽ വായു വന്നിട്ട് ഈ സോമത്തെ ഛിന്ന ഭിന്നമാക്കും. അപ്പോഴാണ് അത് പലതായി വിഘടിച്ച് മാറുന്നത്. അതുകൊണ്ടാണ് അത് നിങ്ങൾ സോമം പാനം ചെയ്യുന്നതിൽ സമർത്ഥരാകണേ. നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷീരവും ഘൃതവും ലയിക്കുന്നതിനായി നമ്മൾ ഈ ദോഹനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ്, വായുവിന് വേണ്ടിയാണ്. അപ്പം പാലും ഘൃതവുമെല്ലാം ഈ ഇടിച്ചു പിഴിയുന്ന സോമത്തോടൊപ്പം നമ്മൾ അർപ്പിക്കുമ്പോൾ വായുവും അവിടെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മുട്ട ഉടക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലെടുത്തിട്ട് പൊട്ടിച്ചിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് വായുവും കയറി ചെല്ലുന്നുണ്ട്. വായു കയറിയിട്ടാണ് അതിനെ സ്പ്ലിറ്റ് ആക്കുന്നത്. അപ്പം നല്ലോണം കടയുമ്പോൾ അതിൽ വായുവും പങ്കെടുക്കുന്നുണ്ട്. വായുവിന് എന്ത് കഴിവുണ്ട്? പൊട്ടിക്കാനുള്ള കഴിവുണ്ട്. പെട്ടെന്ന് വിഘടിപ്പിച്ച് മാറ്റാനുള്ള കഴിവുണ്ട്. വായു, ആ അടിക്കുന്ന ശക്തിയിൽ വായുവും കൂടി അതിൻ്റെ അകത്ത് കയറിയാണെങ്കിൽ എങ്ങനെ അടിക്കുമ്പോൾ വായുവും കയറിക്കഴിഞ്ഞാൽ വായു അതിൻ്റെ അകത്തുനിന്ന് ഇതിനെ തള്ളും. അപ്പം ക്ഷീരം, സോമം ഇടിച്ചു പിഴിഞ്ഞ് നെയ്യും എന്തെല്ലാം ഘൃതവും ക്ഷീരവുമെല്ലാം ചേർക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനെ ലയിപ്പിക്കുന്നതിന് നിങ്ങളെയും കൂടിയാണ് ആശ്രയിക്കുന്നത്. അതായത് വായുവിനെയും കൂടിയും ആശ്രയിച്ചിട്ടാണ് ഈ ദോഹനം ചെയ്യുന്നത്, ഈ പ്രക്രിയ നമ്മൾ ചെയ്യുന്നത്. അത് സോമത്തെ ഇടിച്ചു പിഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് അത് പത വരും. ഈ പത വരുമ്പോൾ ഈ പതയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വായുവാണ്. അതുകൊണ്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് കുമിളകൾ, വായു കുമിളകൾ ഉണ്ടാകുമ്പോഴാണ് അതിങ്ങനെ പതഞ്ഞു വരിക. പതഞ്ഞു വരുമ്പോൾ സ്പ്ലിറ്റ് ആവുക. അപ്പോഴാണ് അത് അയനൈസ്ഡ് ഫോമിലേക്കാകെ മാറ്റുന്നത്. അപ്പം വായുവിൻ്റെ പല ഉപയോഗങ്ങളാണ് ഇവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ട് പോയത്. ഇനി അടുത്ത മന്ത്രത്തിലും വായുവിനെ പറ്റി തന്നെയാണ്. അത് അടുത്ത ക്ലാസ്സിൽ.